ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്ന് SSLC IT പബ്ലിക് എക്സാമിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് ഒരു വീഡിയോ എടുക്കുവാണ്. അതായത് നമ്മൾ SSLCയിലെ ITയിലെ പബ്ലിക് എക്സാമിന് വരുന്ന ചാപ്റ്ററായ ഫസ്റ്റ് ചാപ്റ്റർ ദ വേൾഡ് ഓഫ് പബ്ലിഷിംഗ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നും വരുന്ന 15 തിയറി ക്വസ്റ്റ്യൻസ്, 15 ഷുവർ തിയറി ക്വസ്റ്റ്യൻസ് വീഡിയോ ആണ് എടുക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ മോഡൽ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും, ITയുടെ മോഡൽ എക്സാം. ഈ വീഡിയോ നമ്മൾ പബ്ലിക് എക്സാം ഫോക്കസ് ചെയ്തുകൊണ്ടാണ് ഇടുന്നത്. ഇനിയും നമ്മൾ ഇതുപോലുള്ള മറ്റ് ചാപ്റ്റേഴ്സിൻ്റെ തിയറി ക്വസ്റ്റ്യൻസ് ആയിട്ട് വരുന്നതാണ്. ഓക്കെ, അതിനുവേണ്ടി ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. നമ്മൾ പബ്ലിക് എക്സാമിനെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് എടുക്കുന്നത്, അതുകൊണ്ട് കുറച്ച് ലേറ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ ദ വേൾഡ് ഓഫ് പബ്ലിഷിംഗ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ 15 തിയറി ക്വസ്റ്റ്യൻസ്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറി ക്വസ്റ്റ്യൻസ് ആണ്. പ്രീവിയസ് ഇയർ ചോദിച്ച് കണ്ടിട്ടുള്ള 15 തിയറി ക്വസ്റ്റ്യൻസ് ആണ്. ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ചോദിച്ചിട്ടുള്ള 15 തിയറി ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലാവരും ഒന്ന് പഠിച്ചു പോവുക. ഓക്കെ, അപ്പം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ ഒന്നുകൂടെ പറയുന്നത്, നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റി ജോയിൻ ചെയ്യാത്തവരുണ്ട്, ജോയിൻ ചെയ്യുക. നമ്മുടെ മോഡൽ എക്സാമിന് പോയില്ല, നമ്മൾ കുറേ പോൾ ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ അല്ലാത്ത ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ വിടുന്നുണ്ട്. ഈ ഒരു വീഡിയോയുടെ PDF ആയിട്ടുള്ള എന്താ പറയുക, നോട്ട്സും സൈറ്റ്സും എല്ലാം ആ ഒരു കമ്മ്യൂണിറ്റി നമ്മൾ ഇടുന്നുണ്ട്. അതൊക്കെ വേണ്ടവർ ജസ്റ്റ് അവർ കമ്മ്യൂണിറ്റി ഒന്ന് ജോയിൻ ചെയ്ത് വെക്കുക. ഓക്കെ, ലിങ്ക് നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. കയറേണ്ടവർക്ക് കയറാം. ഫ്രീ നോട്ട്സ് ഉണ്ട്, ഡെയിലി ക്വസ്റ്റ്യൻസ് നമ്മൾ ഇടുന്നുണ്ട്, പിന്നെ പോൾ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഡൗട്ട് ക്ലിയർ ചെയ്യാനുള്ള ഓപ്ഷനും ആ ഒരു കമ്മ്യൂണിറ്റി ലഭ്യമാണ്. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് ദ ടൂൾ ടു സെലക്ട് ആൻഡ് ട്രാൻസ്ഫോം ഒബ്ജക്റ്റ്? ഈ 4 ടൂളിൽ സെലക്ട് ചെയ്യാനും അതുപോലെ ട്രാൻസ്ഫോം ചെയ്യാനും ഉപയോഗിക്കുന്ന ആ ഒരു ടൂൾ ഏതാണ്, ആ ഒരു ഓപ്ഷൻ ഏതാണ്? ഓക്കെ, നമുക്കിവിടെ 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഈ ഒരു 4 ഓപ്ഷൻ. ഓക്കെ, നമുക്കിപ്പം നോക്കുക. ഈ ഒരു എന്താ പറയുക ടൂളാണ് നമുക്ക് ഇമേജ് അങ്ങോട്ടും ഇങ്ങോട്ടും സെലക്ട് ചെയ്യാനും അതുപോലെ തന്നെ ട്രാൻസ്ഫോം ചെയ്യാനും ഉപയോഗിക്കുന്നത്. ഓക്കെ, വളരെ ഇമ്പോർട്ടൻറ്റ് ചോദ്യങ്ങളാണ്, ഇതൊക്കെ ഒന്ന് നോക്കി വെക്കുക. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. ഇത് വളരെ ഇമ്പോർട്ടൻറ്റ് ചോദ്യമാണ്. ഓക്കെ, ഇത് വളരെ ഇമ്പോർട്ടൻറ്റ് ചോദ്യമാണ്. നിങ്ങൾക്കിത് മോഡലിനെ ചോദിച്ച് കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. മോഡലിനെ ചോദിച്ചില്ല, ഉറപ്പായിട്ടും പബ്ലിക്കിന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. വാട്ട് ഈസ് ദ ഫുൾ ഫോം ഓഫ് SVG? SVGയുടെ ഫുൾ ഫോം ആണ് നമ്മൾ ചോദിക്കുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഈ ഒരു ചോദ്യം പഠിച്ചു വെക്കുക. SVGയുടെ ഫുൾ ഫോം എന്ന് പറയുന്നത് സ്കെയിലബിൾ വെക്റ്റർ ഗ്രാഫിക്സ് ആണ്. ഓക്കെ, സ്കെയിലബിൾ വെക്റ്റർ ഗ്രാഫിക്സ് ആണ് SVGയുടെ ഫുൾ ഫോം. നിങ്ങൾക്ക് സ്കെയിലബിൾ വൈറൽ ഗ്രാഫിക്സ് ഉണ്ട്, സ്കെയിലബിൾ വെക്റ്റർ ഗ്രാഫിക്സ് ഉണ്ട്, സ്കെയിലബിൾ വെക്റ്റർ ഗ്രാഫിക്സ് ഉണ്ട്, സ്കെയിൽ വെക്റ്റർ ഗ്രാഫിക്സ് ഉണ്ട്. ഓക്കെ, ടൈപ്പ് ചെയ്ത് തെറ്റിപ്പോയാണ്. ഓക്കെ, രണ്ടും സെയിം ഓപ്ഷൻ വന്നല്ലേ? ഓക്കെ, കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യുക. സ്കെയിലബിൾ വെക്റ്റർ ഗ്രാഫിക്സ് ആണ് ശരിയായ ഉത്തരവ്. അടുത്ത ചോദ്യം, വേർ ഡിഡ് യു ഗെറ്റ് ഫിൽ ആൻഡ് സ്ട്രോക്ക് ഫെസിലിറ്റി? ഫിൽ ആൻഡ് സ്ട്രോക്ക് കിട്ടുന്നത് ഏത് ആ ഒരു മെനു ബാർ ഉപയോഗിച്ചാണ്? എഡിറ്റിൽ നിന്ന് ഫിൽ ആൻഡ് സ്ട്രോക്ക് ആണോ, ഫയലിൽ നിന്നും ഫിൽ ആൻഡ് സ്ട്രോക്ക് ആണോ, അത് ഒബ്ജക്റ്റിൽ നിന്നാണോ, ഫിൽറ്റേഴ്സിൽ നിന്നാണോ? 4 മെനു തന്നിട്ടുണ്ട്. എഡിറ്റ്, ഫയല്, ഒബ്ജക്റ്റ് അതുപോലെ തന്നെ ഫിൽറ്റേഴ്സ്. ഇതിൽ ഏതിൽ നിന്നാണ് ഫിൽ ആൻഡ് സ്ട്രോക്ക് എടുക്കുന്നതെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാം, ഒബ്ജക്റ്റിൽ നിന്നാണ് നമുക്ക് ഫിൽ ആൻഡ് സ്ട്രോക്ക് എടുക്കുന്നത്. ഒബ്ജക്റ്റ്, അതിന് ശേഷമാണ് ഫിൽ ആൻഡ് സ്ട്രോക്ക് എടുക്കുന്നത്. ഓക്കെ, അടുത്തത്, ഗീവ് ദ യൂസ് ഓഫ് ദ ടൂൾ. ഈ ഒരു ടൂളിന്റെ യൂസ് ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ടു ക്രിയേറ്റ് സർക്കിൾസ്, എലിപ്സ് ആൻഡ് ആർക്സ്, ടു ക്രിയേറ്റ് ആൻഡ് എഡിറ്റ് ടെസ്റ്റ് ഒബ്ജക്ട്സ്, ടു ഡ്രോ റെക്ടാങ്കിൾ, ടു ഡ്രോ കാലിഗ്രാഫിക് സ്ട്രോക്സ്. ഓക്കെ, ഇതിലേത് ഉപയോഗമാണ് ഈ ഒരു ടൂളും കൊണ്ടുള്ളത്? ടു ക്രിയേറ്റ് സർക്കിൾസ്, എലിപ്സ് ആൻഡ് ആർക്സ്, നമുക്ക് വട്ടം വരയ്ക്കാനും അതുപോലെ തന്നെ ആർക്ക് വരയ്ക്കാനും ഇതുപോലുള്ള യൂസിനാണ് നമ്മൾ ഈ ഒരു ടൂൾ കൂടുതലായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. ടു ക്രിയേറ്റ് ആൻഡ് എഡിറ്റ് ടെക്സ്റ്റ് ഒബ്ജക്ട്സ്, നമുക്ക് എഴുതാനൊക്കെ നമുക്ക് അക്ഷരങ്ങൾ ടൈപ്പ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന എന്ന് ഒരു ഇതുണ്ട് നിങ്ങളുടെ ആ ഒരു ഇങ്ക്സ്കേപ്പിലുണ്ട്. ആ ഒരു സംവിധാനമാണ്, ആ ഒരു ടൂളാണ് നമ്മൾ എഴുതാനൊക്കെ ഉപയോഗിക്കുന്നത്. ടു ഡ്രോ റെക്ടാങ്കിൾസ്, ആ ഒരു റെക്ടാങ്കിൾ ഷേപ്പുള്ള ടൂളാണ്. നമുക്ക് ചതുരവും അതുപോലെ തന്നെ സമചതുരം അതൊക്കെ വരയ്ക്കാൻ വേണ്ടി നമ്മൾ ആ ഒരു ടൂളാണ് ഉപയോഗിക്കുന്നത്. ടു ഡ്രോ കാലിഗ്രാഫിക് സ്ട്രോക്സ്, അതിന് നമുക്കൊരു ടൂള് ആ ഒരു ഇങ്ക്സ്കേപ്പിലുള്ളത്. ഓക്കെ, അടുത്ത ചോദ്യം ഈ ഒരു ചോദ്യമാണ്. ഗിവ് ദ യൂസ് ഓഫ് ദിസ് ടൂൾ, ഈ ഒരു ടൂളിന്റെ ഉപയോഗമാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ടു ക്രിയേറ്റ് ആൻഡ് എഡിറ്റ് ടെസ്റ്റ് ഒബ്ജക്ട്സ്, എഡിറ്റ് പാത്ത് ബൈ നോട്ട്സ്, ടു ഡ്രോ റെക്ടാങ്കിൾസ്, ടു ഡ്രോ ബീസിയർ കർവ്സ് ആൻഡ് സ്ട്രെയിറ്റ് ലൈൻസ്. ഓക്കെ,
ഇതിൽ ഈ ഒരു ടൂളിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത് എഡിറ്റ് പാത്ത് ബൈ നോട്ട്സ് ആണ്. എഡിറ്റ് പാത്ത് ബൈ നോട്ട്സ് ആണ്. ഓക്കെ, അത് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. എഡിറ്റ് പാത്ത് ബൈ നോട്ട്സ് ആണ് ആ ഒരു ടൂളിൻ്റെ ഉപയോഗം. അടുത്ത നെയിം ദ യൂട്ടിലിറ്റി യൂസ്ഡ് ഇൻ ഇങ്ക്സ്കേപ്പ് ടു ഗിവ് എ 3D എഫക്റ്റ് ടു 2D ഇമേജസ്. ഇത് 3D എഫക്റ്റ് ഉള്ള ഒരു ഇങ്ക്സ്കേപ്പിലെ ഇമേജിനെ 2Dയിലേക്ക് മാറ്റുന്ന ആ ഒരു സംവിധാനം ഏതാണ്? ഇങ്ക്സ്കേപ്പിലുള്ള ആ ഒരു സംവിധാനം ഏതാണെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. റേഡിയൽ ഗ്രേഡിയന്റ്, ബ്ലർ, ഒപ്പാസിറ്റി, ഡിഫറൻസ്. ഈ ഒരു 4 ഓപ്ഷനിൽ ഏതാണ് 3D എഫക്റ്റ് ഉള്ള ഇമേജിനെ 2D ഇമേജ് ആക്കി മാറ്റുന്നത്? ഉത്തരം റേഡിയൽ ഗ്രേഡിയന്റ് ആണ്. റേഡിയൽ ഗ്രേഡിയന്റ് ഉപയോഗിച്ച് നമുക്ക് 3D ഇമേജിനെ 2D എഫക്റ്റ് ആക്കി മാറ്റാം. 3D എഫക്റ്റിനെ 2D ഇമേജ് ആക്കി മാറ്റാം. 2D ഇമേജിനെ 3D എഫക്റ്റ് ആക്കി മാറ്റാം. ഓക്കെ, അടുത്ത യൂസ് ഓഫ് എക്സ് ഇൻ ലെഫ്റ്റ് സൈഡ് ഓഫ് ദ കളർ പാലറ്റ് ഇൻ ഇങ്ക്സ്കേപ്പ്. ഇങ്ക്സ്കേപ്പിലെ കളർ പാലറ്റിലെ ഇടത്തെ വശം, ലെഫ്റ്റ് സൈഡിലുള്ള എക്സ് എന്നുള്ള ആ ഒരു സംവിധാനം, ആ ഒരു ടൂളിന്റെ ഉപയോഗം എന്താണെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ടു ചേഞ്ച് ദ ഒബ്ജക്ട്സ്, ടു സെലക്ട് ദ ഒബ്ജക്ട്സ്, ടു ചേഞ്ച് ദ നോട്ട്സ്, ടു റിമൂവ് ദ കളർ ഓഫ് ദ ഒബ്ജക്റ്റ്. ഒബ്ജക്റ്റിനെ മാറ്റാൻ, ഒബ്ജക്റ്റിനെ സെലക്ട് ചെയ്യാൻ, നോഡ് ചേഞ്ച് ചെയ്യാൻ, അതുപോലെ തന്നെ ആ ഒരു ഒബ്ജക്റ്റിലെ കളർ മാറ്റാൻ. അതായത് എക്സ് എന്ന് പറയുന്ന സംഭവം നമ്മുടെ ഫിൽ ആൻഡ് സ്ട്രോക്കിലുള്ളതാണ്, നമ്മുടെ കളർ പാലറ്റിലാണ്. കളർ പാലറ്റിലുള്ള എക്സ് എന്ന് പറയുന്ന ചിഹ്നം കളർ മായ്ക്കാനാണ്, കളർ റിമൂവ് ചെയ്യാനാണ്. സോ ദ ആൻസർ എന്ന് പറഞ്ഞാൽ ടു റിമൂവ് ദ കളർ ഓഫ് ദ ഒബ്ജക്റ്റ് ആണ്. ഓക്കെ, ടു റിമൂവ് ദ കളർ ഓഫ് ദ ഒബ്ജക്റ്റ് ആണ് ആ ഒരു എക്സ് എന്ന് പറഞ്ഞ ചിഹ്നത്തിന്റെ ഉപയോഗം. ഓക്കെ, നമുക്കിനി 8ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. യൂസ് ഓഫ് എ ടൂൾ ഇൻ ഇങ്ക്സ്കേപ്പ്. എ എന്ന് പറഞ്ഞൊരു ടൂൾ ഉണ്ട് ഇങ്ക്സ്കേപ്പിലുള്ളത്. ആ ഒരു ടൂളിന്റെ ഉപയോഗം എന്താണെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു. ടു ഡ്രോ എ സർക്കിൾ, ടു ക്രിയേറ്റ് ആൻഡ് എഡിറ്റ് ടെക്സ്റ്റ് ഒബ്ജക്ട്സ്, ടു സെലക്ട്, ടു ഗിവ് എ കളർ. ഒരു വട്ടം വരയ്ക്കാനാണോ, അക്ഷരങ്ങൾ ടൈപ്പ് ചെയ്യാനാണോ, ഒരു ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യാനാണോ, കളർ കൊടുക്കാനാണോ ഈ ഒരു ടൂൾ ഉപയോഗിച്ചിരിക്കുന്നത്? എ എന്ന് പറയുന്ന ടൂള് എപ്പോഴും ഏതൊരു ആപ്പിലായിരിക്കും, ഏതൊരു സംവിധാനത്തിലായാലും എ എന്ന് പറയുന്ന ടൂള് ടു ക്രിയേറ്റ് ആൻഡ് എഡിറ്റ് ടെക്സ്റ്റ് ഒബ്ജക്ട്സ് ആണ്. അക്ഷരങ്ങൾ എഴുതാനും ടൈപ്പ് ചെയ്യാനും അതിനൊക്കെയാണ് എ എന്ന് പറയുന്ന ടൂള് ഏത് ആപ്പിലാണെങ്കിലും, ഏതൊരു ആപ്ലിക്കേഷനിലാണെങ്കിലും, ഏതൊരു സോഫ്റ്റ്വെയറിലാണെങ്കിലും ഉപയോഗിക്കുന്നത്. ഓക്കെ, 9ാമത്തെ ചോദ്യം. വേർ ഡിഡ് വി ഗെറ്റ് ഡ്യൂപ്ലിക്കേറ്റ് യൂട്ടിലിറ്റി. ഡ്യൂപ്ലിക്കേറ്റ് എന്ന് പറയുന്ന സംവിധാനം ഏതൊരു മെനു ബാർ യൂസ് ചെയ്താണ് നമുക്ക് കിട്ടുന്നതാണ്? എഡിറ്റ് ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ട്, ഫയൽ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ട്, ഒബ്ജക്റ്റ് ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ട്, ഹെൽപ്പ് ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ട്. ഈ ഒരു ഏത് മെനു ബാർ യൂസ് ചെയ്താണ് ഡ്യൂപ്ലിക്കേറ്റ് കിട്ടുന്നതെന്ന് ചോദിച്ചിട്ടുള്ളത്. നിങ്ങൾ പഠിച്ചു വെക്കുക. എഡിറ്റ് ഡ്യൂപ്ലിക്കേറ്റിൽ നിന്നാണ് നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് എന്ന് പറഞ്ഞ സംവിധാനം കിട്ടുന്നത്. നമുക്ക് അല്ലാതെ ഡ്യൂപ്ലിക്കേറ്റ് എന്ന് പറഞ്ഞ സംവിധാനമുണ്ട്. നിങ്ങളുടെ കീബോർഡിലെ Ctrl+D യൂസ് ചെയ്ത് നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാം. അല്ലെങ്കിൽ ആ ഒരു സെലക്ട് ചെയ്ത ഒബ്ജക്റ്റ് വെച്ച് റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാം. ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് എടുക്കേണ്ടത്. നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ തിയറിയിലൊക്കെ ചോദിക്കുന്ന ഈ ഒരു വഴിയാണ്, ഈ ഒരു വേ ആണ് എഡിറ്റ് ഡ്യൂപ്ലിക്കേറ്റ്. ഓക്കെ, എഡിറ്റ് ഡ്യൂപ്ലിക്കേറ്റ്. 10ാമത്തെ ചോദ്യം. വാട്ട് വി ഡു വെൻ വി വാണ്ട് ടു റിമൂവ് കോമൺ പാർട്സ് ഓഫ് ദ ഒബ്ജക്റ്റ്. രണ്ട് ഒബ്ജക്റ്റ് തന്നിട്ട് അതിൻ്റെ കോമൺ പാർട്ട്, രണ്ടിലുമുള്ള ആ ഒരു പാർട്ട് റിമൂവ് ചെയ്യാൻ ഏതൊരു സംവിധാനമാണ് ഉപയോഗിക്കുന്നത്, ഏതൊരു സംഭവമാണ് ഉപയോഗിക്കുന്നത്? ആ ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഡിഫറൻസ്, ഫിൽ ആൻഡ് സ്ട്രോക്ക്, ഡ്യൂപ്ലിക്കേറ്റ്, ലോവർ. ഡിഫറൻസ് ഉണ്ട്, ഫിൽ ആൻഡ് സ്ട്രോക്ക് ഉണ്ട്, ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ട്, ലോവർ ഉണ്ട്. ലോവർ എന്ന് പറഞ്ഞാൽ ഒരു സാധനത്തിനെ രണ്ട് ഒബ്ജക്റ്റ് തന്നിട്ട് ഒരു ഒബ്ജക്റ്റ് മറ്റൊരു ഒബ്ജക്റ്റിന്റെ അടിയിൽ പോകാനാണ് നമ്മൾ ലോവർ ഉപയോഗിക്കുന്നത്. ഡ്യൂപ്ലിക്കേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഒബ്ജക്റ്റിന്റെ ആ ഒരു വേറൊരു പതിപ്പ്, ആ ഒബ്ജക്റ്റിന്റെ സെയിം സംഭവം രണ്ടാമതൊന്നും എടുക്കാൻ വേണ്ടിയാണ് ഡ്യൂപ്ലിക്കേറ്റ് ഉപയോഗിക്കുന്നത്. ഫിൽ ആൻഡ് സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ പറയുക, കളറ് മാറ്റാനും അതുപോലെ അതിന് സ്ട്രോക്ക് ഒക്കെ കൊടുക്കാനും അതിൻ്റെ ഒരു എന്താ പറയുക ബാക്ക്ഗ്രൗണ്ട് ആ സംഭവം സെറ്റ് ആക്കാൻ വേണ്ടിയാണ് ഫിൽ ആൻഡ് സ്ട്രോക്ക് ഉപയോഗിക്കുന്നത്. ഡിഫറൻസ് ആണ് നമ്മുടെ കോമൺ പാർട്സ് മാറ്റാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, ഡിഫറൻസ് കോമൺ പാർട്ട്, രണ്ട് ഒബ്ജക്റ്റിലുമുള്ള കോമൺ പാർട്ട് മാറ്റാൻ വേണ്ടി ഡിഫറൻസ് ആണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, നമ്മുടെ 11ാമത്തെ ചോദ്യം. വേർ ഡിഡ് വി ഗെറ്റ് ഡിഫറൻസ് ഫസ്റ്റ്. ഡിഫറൻസ് എന്ന് പറഞ്ഞ ഈ ഒരു സംഭവം എവിടെ നിന്നാണ് നമ്മൾ എടുക്കുന്നത്? പാത്തിൽ നിന്ന് ഡിഫറൻസ് ആണോ, എഡിറ്റിൽ നിന്ന് ഡിഫറൻസ് ആണോ, ഒബ്ജക്റ്റിൽ നിന്ന് ഡിഫറൻസ് ആണോ, നോൺ ഓഫ് ദ എബോവ്? ഈ ഒരു 3 അല്ല. പാത്തിൽ നിന്നാണോ ഡിഫറൻസ് എടുക്കുന്നത്, എഡിറ്റിൽ നിന്നാണോ ഡിഫറൻസ് എടുക്കുന്നത്, ഒബ്ജക്റ്റിൽ നിന്നാണ് ഡിഫറൻസ് എടുക്കുന്നത്? നമുക്കറിയാം പാത്തിൽ നിന്നാണ് ഡിഫറൻസ് എടുക്കുന്നത്. ഓക്കെ, പാത്ത്, മെനു ബാറിലുള്ള പാത്ത്, അതിൽ നിന്നാണ് ഡിഫറൻസ് എടുക്കുന്നത്. ഓക്കെ, 12ാമത്തെ ചോദ്യം. ഗ്രൂപ്പ് ഓപ്ഷൻ ഈസ് ഇൻ ദ ഡാഷ് മെനു. ഗ്രൂപ്പ് ഓപ്ഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ ഏത് മെനുവിൽ നിന്നാണ് കിട്ടുന്നത്? ഫയല്, ഒബ്ജക്റ്റ്, പാത്ത്, എഡിറ്റ്. ഈ ഒരു 4 മെനു ഓപ്ഷനിൽ നിന്ന് ഏത് ഓപ്ഷനിൽ നിന്നാണ് ഗ്രൂപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ കിട്ടുന്നത്? നമുക്കറിയാം ഒബ്ജക്റ്റിൽ നിന്നാണ് ഗ്രൂപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ കിട്ടുന്നത്. മെനു ബാറിലുള്ള ഒബ്ജക്റ്റിൽ നിന്നാണ് ഒബ്ജക്റ്റ് ഗ്രൂപ്പ് എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷൻ കിട്ടുന്നത്. ഇത് നിങ്ങൾ പ്രാക്ടിക്കലിലും യൂസ് ചെയ്യാവുന്ന
കുറച്ച് തിയറി ക്വസ്റ്റ്യൻസ് ആണ്. ഇതൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക. നാളത്തെ പബ്ലിക് എക്സാം അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന പബ്ലിക് എക്സാമിനൊക്കെ നല്ല മാർക്ക് മേടിക്കും. ഓക്കെ, 13ാമത്തെ ചോദ്യം, വാട്ട് ഹാപ്പൻസ് വെൻ ചേഞ്ചിങ് ദ മെഷർ ഓഫ് ഒപ്പാസിറ്റി ഇൻ ദ ഫിൽ ആൻഡ് സ്ട്രോക്ക് വിൻഡോ ഓഫ് ദ ഇൻസ്കേപ്പ്? ഫിൽ ആൻഡ് സ്ട്രോക്കിലുള്ള ഒപ്പാസിറ്റി ചേഞ്ച് ചെയ്യുമ്പം ഇങ്ക്സ്കേപ്പിൽ എന്ത് മാറ്റമാണ് ഉണ്ടാകുന്നത്? ചേഞ്ച് ഇൻ ദ കളർ ഓഫ് ദ ഒബ്ജക്റ്റ്, ഒബ്ജക്റ്റ് സൈസ് ഇൻക്രീസസ്, ഒബ്ജക്റ്റ് സൈസ് ഡിക്രീസസ്, ചേഞ്ച് ദ ഡെപ്ത് ഓഫ് ദ കളർ ഇൻ ഒബ്ജക്ട്സ്, ചേഞ്ച് ദ ഡെപ്ത് ഓഫ് ദ കളർ ഇൻ ഒബ്ജക്ട്സ്, ചേഞ്ച് ഇൻ ദ കളർ ഓഫ് ദ ഒബ്ജക്റ്റ്, ഒബ്ജക്റ്റിന്റെ കളറിൽ മാറ്റം വരുന്നു, ഒബ്ജക്റ്റിന്റെ സൈസ് ഇൻക്രീസ് ചെയ്യുന്നു, ഒബ്ജക്റ്റിന്റെ സൈസ് കൂടുന്നു, ഒബ്ജക്റ്റ് സൈസ് ഡിക്രീസസ്, ഒബ്ജക്റ്റിന്റെ സൈസ് കുറയുന്നു, ചേഞ്ച് ദ ഡെപ്ത് ഓഫ് ദ കളർ ഇൻ ഒബ്ജക്ട്സ്, ഒബ്ജക്റ്റിലെ കളറിന്റെ സൈസ് കുറയുന്നു. ഈ 4 ഓപ്ഷനിൽ ഏത് ഓപ്ഷനാണ് ഒപ്പാസിറ്റി ചേഞ്ച് ചെയ്യുമ്പോൾ ഉണ്ടാകുന്നത്? അതിന് ഉത്തരം ചേഞ്ച് ദ ഡെപ്ത് ഓഫ് ദ കളർ ഇൻ ഒബ്ജക്ട്സ് ആണ്. നമുക്ക് ഫസ്റ്റ് ഓപ്ഷനും ഒരുവിധം ശരിയാണ്, ചേഞ്ച് ഇൻ ദ കളർ ഓഫ് ദ ഒബ്ജക്ട്. പക്ഷെ കുറച്ചും കൂടെ അനുയോജ്യമായിട്ടുള്ള ചേഞ്ച് ദ ഡെപ്ത് ഓഫ് ദ കളർ ഇൻ ഒബ്ജക്ട്സ് ആണ്. ഇതിൽ നിങ്ങൾക്ക് 2 ചോദ്യം മറ്റേ മൾട്ടിപ്പിൾ ചോയ്സ് ഒക്കെ വരുമ്പോൾ നിങ്ങൾക്ക് ആ 2 ഓപ്ഷനും എഴുതി വെക്കാവുന്നതാണ്. ഓക്കെ, 14ാമത്തെ ചോദ്യം, വിച്ച് ടൂൾ ഈസ് യൂസ്ഡ് ടു ടൈപ്പ് എ ടെക്സ്റ്റ് ഇൻ ഇങ്ക്സ്കേപ്പ് സോഫ്റ്റ്വെയർ? ഏത് ടൂളാണ് ടൈപ്പ് ചെയ്യാൻ നമുക്ക് ഉപയോഗിക്കുന്നത്? കാലിഗ്രാഫിക് ബ്രഷ്, ക്രിയേറ്റ് ആൻഡ് എഡിറ്റ് ടെക്സ്റ്റ് ഒബ്ജക്ട്സ്, ഗ്രേഡിയൻ ടൂൾ, ക്രെഡിറ്റ് സർക്കിൾസ് ടൂൾ. എനിക്കിത് പേര് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഏത് ഒബ്ജക്റ്റ് ഏതൊരു ടൂളാണ് ടൈപ്പ് ചെയ്യാൻ ഉപയോഗിക്കുന്നതെന്ന്. ബി ആണ്, ക്രിയേറ്റ് ആൻഡ് എഡിറ്റ് ടെക്സ്റ്റ് ഒബ്ജക്ട്സ് എന്ന് പറയുന്ന ടൂളാണ്. നമുക്കിനി ഈ ഒരു വീഡിയോയിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദീസ് ഈസ് നോട്ട് എ വെക്ടർ ഇമേജ് എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ? തന്നിരിക്കുന്ന 4 ഓപ്ഷനിൽ ഏത് ഓപ്ഷനാണ് വെക്ടർ ഇമേജ് എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ അല്ലാത്തത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, വിച്ച് ഓഫ് ദീസ് ഈസ് നോട്ട് എ വെക്ടർ ഇമേജ് എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ? ഇതിൽ 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഇങ്ക്സ്കേപ്പ്, ലിബർ ഓഫീസ് ഡ്രോ, ജിംബ്, കോറൽ ഡ്രോ. ഈ ഒരു 4 ഓപ്ഷനിൽ ഏതാണ് വെക്ടർ ഇമേജ് എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ അല്ലാത്തത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, നിങ്ങൾ പഠിച്ചു വെക്കുക. വെക്ടർ ഇമേജ് സോഫ്റ്റ്വെയർ ഇങ്ക്സ്കേപ്പ് ഉണ്ട്, ലിബർ ഓഫീസ് ഡ്രോ ഉണ്ട്, കോറൽ ഡ്രോ ഉണ്ട്. നിങ്ങൾക്ക് ജിംബ് എന്ന് പറയുന്നത് ഒരിക്കലും വെക്ടർ ഇമേജിംഗ് സോഫ്റ്റ്വെയർ അല്ല, അതൊരു റാസ്റ്റർ ഇമേജിംഗ് സോഫ്റ്റ്വെയർ ആണ്. ഓക്കെ, റാസ്റ്റർ ഇമേജ് എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ആണ് ജിംബ് എന്ന് പറയുന്നത്. സോ നമ്മുടെ ഈ ഒരു 15 തിയറി ക്വസ്റ്റ്യൻസ് നമ്മളിവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ നോട്ട്സ് ഒക്കെ വേണമെങ്കിൽ ഞാൻ പറഞ്ഞ കമ്മ്യൂണിറ്റി ജോയിൻ ചെയ്യുക. കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് ഞാൻ കമന്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആ ഒരു കമ്മ്യൂണിറ്റി ഫ്രീ നോട്ട്സ് ആണ്. ഡെയിലി ക്വസ്റ്റ്യൻസ് ഇടുന്നുണ്ട്, പോൾ ക്വസ്റ്റ്യൻ ഉണ്ട്, ഡൗട്ട് ക്ലിയറിംഗ് ഉണ്ട്. ഓക്കെ, നമ്മൾ ഈ ഒരു മോഡൽ എക്സാമിനായിരുന്നാൽ പോലും ഇനിയും വരാൻ പോകുന്ന പരീക്ഷയ്ക്കും നമ്മുടെ SSLC പരീക്ഷയ്ക്കും എല്ലാത്തിനും നമ്മൾ മുന്നോടിയായിട്ട് നമ്മൾ പോൾ ക്വസ്റ്റ്യൻസ് ഇടുന്നുണ്ട്, അതുപോലെ ഡെയിലി ക്വസ്റ്റ്യൻസ് ഇടുന്നുണ്ട്. ഓക്കെ, എല്ലാം ഇടുന്നുണ്ട്. നിങ്ങൾക്ക് ഒന്ന് ജോയിൻ ചെയ്യാവുന്നവരൊന്ന് ജോയിൻ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഒരു കുറവും അവിടെ വരുത്തത്തില്ല. എല്ലാവിധ സൗകര്യങ്ങളും ആ ഒരു കമ്മ്യൂണിറ്റി കൊണ്ട് നിങ്ങൾക്ക് ഡൗട്ട് ക്ലിയർ ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ ഇത്രയുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. SSLC പഠിക്കുന്ന കൂട്ടുകാർക്ക് അയച്ചെടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഫീഡ്ബാക്ക് താഴെ കമൻറ്റ് ചെയ്യുക. ഈ ഒരു 15 തിയറി ക്വസ്റ്റ്യൻസുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്, ഞാൻ റിപ്ലൈ തരുന്നതാണ്. സോ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ ഗൈസ്.